സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബിഗ് ബി പാന്തർ. അപ്പോൾ എല്ലാവരും അടിച്ച് കയറി വരും മച്ചന്മാർ. അപ്പോൾ നമ്മളൊന്ന് കളിക്കാൻ നോക്കുന്നത് നമ്മുടെ സ്വന്തം ഗെയിമായിട്ടുള്ള യെല്ലോ ബേബി. ഗൈസ്, ദ യെല്ലോ ബേബിയാണ്. അപ്പോൾ നമുക്ക് നേരെ കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമുക്ക് എല്ലാ വാതിലൊന്ന് തുറന്നു നോക്കാം. ഏത് ഡോറാ നമുക്ക് ലോക്കല്ലാത്ത നോക്കാം. നമുക്ക് നോക്കാം ഗൈസ്. എടാ ഒന്നും തുറന്നിട്ടില്ലല്ലോ. ആ ഗായ്സ്, ഇവിടെ പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തോ പോട്ടിൽ എന്തോ സാധനം ഉണ്ട് പറയുന്നുണ്ട്. നോക്കാം, അൺലോക്ക് ചെയ്യാം. അവിടെ സൈഡിൽ നമുക്ക് ഓരോ മിഷൻസ് കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും തോന്നുന്നുണ്ട്. ഓ, ഇതന്നെയാണ് അപ്പോൾ റൂം ഇതന്നെയാണ്. അപ്പം എടാ ദേ ഇരിക്കുന്ന നമ്മളെ യെല്ലോ ബേബി ഗൈസ്. അപ്പോൾ ദ ഹെഡിങ് വന്ന് ദ യെല്ലോ ബേബി, അല്ല സോറി, ദ ബേബി ഇൻ യെല്ലോ, ദ യെല്ലോ ബേബി എന്നായിപ്പോയതാണ്. ദ ബേബി ഇൻ യെല്ലോ. അപ്പോൾ നമ്മൾ നൈറ്റ് 1 ആണ് ഗൈസ്. നൈറ്റ് 1 ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ നൈറ്റ് 2 വരെ കളിക്കണുള്ളൂ. പിന്നെ ഭയങ്കര ലെങ്ത് ആവും. അതിനെ കൊണ്ട് ഞങ്ങൾ നൈറ്റ് 2 വരെ കളിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് നേരെ കളി തുടങ്ങാം. ഫസ്റ്റ് തന്നെ അവിടെ സൈഡിലെ ഫീഡ് ദ ബേബിന്ന് എഴുതി കാണിച്ചു തരാം. അപ്പോൾ എന്നാലും ഒരു പറയണ പോലെ നമുക്ക് ചെയ്യാമല്ലോ. നമുക്ക് എന്തായാലും നേരെ ബേബീനെ ഫീഡ് ചെയ്യാം. നോക്ക് ഗൈസ്, ബേബീനെ നോക്കിയിട്ട് വേണം നമ്മൾ ഫീഡ് ചെയ്യാൻ പോകാൻ. കാരണം ഇതേ പാൽ കുപ്പി ഫ്രിഡ്ജിലുണ്ട്. എന്തായാലും നമുക്ക് ബേബീനെ ഫീഡ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഗൈസ്. ഇത് പാൽ കുടിച്ച് അപ്പം തന്നെ അപ്പിടുന്നു. അപ്പം പതിവ് പോലെ തന്നെ അവർ അപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ ഗൈസ്, നമുക്ക് എന്തായാലും കൊണ്ടേ വെക്കാം. എന്നിട്ട് ഇവിടെ ഇത് കണ്ട് സ്നെഗ്ഗി എടുത്തിട്ട് ഗൈസ് കാണുന്നില്ല. ബ്രോ നിങ്ങളവിടെ സൈഡിൽ കണ്ടോ? എന്തോ ഒരു സാധനം അവിടെ കണ്ടു. ഞാൻ കണ്ട് സീരിയസ്ലി ബ്രോ. ഞാൻ അവർ നോക്കില്ല ഗൈസ്. പിന്നെ എന്തായാലും പുട്ട് ബേബി ടു സ്ലീപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ബേബീനെ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി കൃത്യമാടാ ഞാൻ നേരെ ബാക്കോട്ടുള്ള റൂമിൽ അതാ വീണ്. എന്തായാലും എടുത്തിട്ടേ നമുക്ക് എന്തായാലും ബേബീനെ സാധാരണ അത് ഉറങ്ങണ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, നമ്മളെന്തായാലും വലിച്ചു പറഞ്ഞിട്ടുണ്ട് കുട്ടീനെ. കുട്ടി കരട്ടൊന്നുമില്ല ഗൈസ്, അതവിടെ വെക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ കളിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കിങ്ങൊക്കെ ഉണ്ടല്ലോ ചെസ്സിലെ. എന്തോ ആയിക്കോട്ടെ. എന്തായാലും നമ്മളോട് പറയണ ഒരു കോമിക് ബുക്ക് ഉണ്ട്, ഇത് തരാനാണ്. എവിടെ ധരിക്കുന്നുണ്ടോ തിളങ്ങണ പൂച്ച? ധരിക്കുന്ന സൈഡിൽ കോമിക് ബുക്ക്. എന്നാൽ അതെടുത്ത് വായിക്കാം. പൂച്ചേൻ്റെ എന്തോ ഒരു പാടാണ്, അല്ല പൂച്ചേൻ്റെ എന്തോ ഒരു കോമിക് ബുക്കാണ് എന്നാണെങ്കിൽ നമ്മൾ ഫുൾ അടിച്ച് വിട്ടങ്ങോട്ട് വായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ വായിച്ചേക്കുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ. ഉറങ്ങി അത്രേ ഉള്ളൂ. നമ്മുടെ പൂച്ചക്കുട്ടീന്ന് നമ്മുടെ ബേബി കുട്ടി അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ട്. ബേബി കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രാന്തി കുട്ടിയാണിത്. എന്തായാലും നമുക്ക് നേരെ അവിടെയുള്ള സോഫയിൽ ഇരുന്നിട്ട് ടി വിയും കണ്ടിട്ട് ഇന്നത്തെ ദിവസം ധരിക്കുന്നത് രണ്ടാമത്തെ കാറ്റ്. 2 കാറ്റിന് കിട്ടി ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ടേ എന്തായാലും ടി വിയിൽ കുറച്ച് പരസ്യങ്ങളാണ്. എന്തായാലും അത് ഇത് ഓർഡർ ചെയ്യണം. നമ്മളെ പിന്നെ പൈസക്കാരായതുകൊണ്ട് ഇന്നത്തെ രൂപ ഒന്നും കാണുന്നില്ല ഗൈസ്, ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എന്തോ ആയിക്കോട്ടെ. എടാ എന്താ ഇത് പെട്ടെന്ന് എണ്ണീച്ചേ? പിറ്റേന്നായോ? ഓ ഗൈസ്, ബേബി കരയുന്നുണ്ട്. വെറുതെ അല്ല, ബേബി കരയുന്നുണ്ട്. അവിടെ കിടന്നുണ്ട്. അവിടെ ഈ വാതിൽ അടച്ചിട്ടല്ല അന്നേ. എടാ എവിടെ ഈ കൊച്ചു ചെറുക്കൻ്റെ അമ്മയും അച്ഛനും എന്നെ ഏൽപ്പിച്ച് ഇവിടെ പോയതാണ്. ഇതേ എടുക്കുന്നടാ. ഇനി പ്രത്യേകിച്ച് എന്തോ പ്രശ്നമുണ്ട്. എടാ സീനല്ല, പണ്ടാരം ഇതിൻ്റെ അടുത്തേക്ക് വരണ്ടില്ലായിരുന്നു. ഒരു ജോലീൻ്റെ ഓഫർ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോകുന്നതാ കയറിയിട്ട്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് വലിച്ചെറിയാം അങ്ങോട്ട്. ഈ ചെറുക്കൻ ഇനി ഇവന്താ പിന്നെയും കരയണത്? ഇത് പണ്ടാരം. ഇവനൊരു കാറ്റിൻ്റെ ടോയ് എടുത്തു. ഇവിടെ കാറ്റാണ്, ഇവിടെ കാറ്റിൻ്റെ ടോയിനെ എടുത്തു കൊടുക്കാം. അയ്യോ അവിടെ ഒരു ഇളി ഒലക്ക. എന്നാലും നമുക്ക് നേരെ പോവാം. എന്നെ കൊണ്ട് പോയില്ല ഈനൊന്നും നോക്കാൻ. ഞാൻ വാതിൽ അടച്ചിട്ടില്ല എന്നാ ഒന്നിനെ. ഞാൻ വാതിൽ അടയ്ക്കാണ്ടാണോ വന്നത്? വാതിലടയരുത്, തുറക്കരുത്. ഓക്കെ, നമ്മൾ എന്തായാലും ഇവിടെ ഇരിക്കാം.
ഇരുന്നിട്ടേ ബാക്കി ടി വിയിലെ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്നിടയ്ക്കാണ് ആ കൊച്ചു കുരുട്ട് വന്ന് എണീപ്പിച്ചുകൊണ്ടുപോയത്. എന്തായിക്കോട്ടെ, നമ്മളെന്താ കണ്ണുമേലെ കണ്ണ് ചിമ്മി കിടന്നുറങ്ങി കേസ്. അപ്പം ഒരു ദിവസം കഴിഞ്ഞില്ലേ, നൈറ്റ് 2. അപ്പം നൈറ്റ് 2 ആയിട്ട് നമ്മൾ ഷിഫ്റ്റ് ആയിരിക്കുകയാണ് ഗായ്സ്. ബെല്ലടിച്ചു ഗൈസ്, ബെല്ലടിച്ചു. ഇവിടെ ആരും ഇല്ലല്ലോ, ബെല്ലടിച്ചിട്ട് ആരും പറ്റിച്ചു ഗൈസ്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് വാതിലടയ്ക്കാം. നൈറ്റ് 2 ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിട്ടോ. ഇതെന്താ അത് പാവേൻ്റെ ഒക്കെ റാബിറ്റിൻ്റെ എന്തോ ഡോളുണ്ട്. ബേബിന് ഫീഡ് അതിനടച്ചതല്ല. എടാ എവിടാ ബോട്ടില്? എടാ കുരുട്ടിൽ ഓക്കെ ബ്രോ. ഇത് പണ്ടരടങ്ങാനായിട്ട് ഇതൊരു പൊല്ലപ്പായല്ലാടേ. അത് അടുത്ത കാറ്റ് കിട്ടി. എന്താ അത് ബ്രെഡൊക്കെ ഹോലക്ക കുപ്പി കിട്ടി. ഇതൊന്ന് തെറിച്ച് പോണ കുപ്പിയൊക്കെ. എടാ ലോക്ക് പോയ എത്ര പെട്ടെന്ന്. കുരുട്ടിൻ്റെ ഒക്കെ ഒരു അവസ്ഥകളെ. എൻ്റെ വീട്ടിലുണ്ട് ഇതേപോലത്തെ ഒരു അനിയത്തി. എന്താണെങ്കിൽ നമുക്ക് ഇതിനെ തിന്നാൻ കൊടുത്തല്ലേ പറ്റൂ. പാപ്പി ഇട്ടിട്ടുണ്ട്. നേരെ പോവാ. തിന്നാപ്പിട ലേശം എന്തായാലും നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേ എടുക്കാലോ. കണ്ണ് മുളക്കിയടേ. ബ്രോ ഇത് ചാടുന്നടാ. എടാ പൊന്നെ, ഇതൊക്കെ ഇവിടെ ഇതെന്താണത്? ഇത് ഓടുന്ന ഒളിച്ചിക്കണതാ. എടാ വെയിറ്റ് എന്തോ ഞാൻ അവിടെ കണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. എടാ ഇപ്പം പോടാത്. അവിടെ ഒരു സാധനം കണ്ടിരുന്നു. ഞാനാണെങ്കിൽ പിന്നെ എപ്പോഴേക്കും കാണിച്ചു തരാം ഗൈസ്. പെട്ടെന്ന് കയറി വരുന്ന സാധനം കണ്ടിരുന്നു. ഒരു കുട്ടീൻ്റെ തല ഞാൻ കണ്ടിരുന്നു ഗൈസ്. എന്തോ ആയിക്കോട്ടെ, ഒരു കാറ്റിനെ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം. ബ്രോ ഇറ്റ് ഈസ് വെരി സ്കെയറി ഗൈസ്. ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഈ പണ്ടര കുട്ടിക്കാണെങ്കിൽ ഞെകില്ലാണ്ട് കഴിയൂല. അപ്പം തന്നെ ഇടും ചെയ്യും. എന്തൊരു പെണ്ണിത്, പെണ്ണാണോ ഏതോ രണ്ടൊരു കെട്ടതാ ഒരുമാതിരി സാധനം. ആ മോളെ അതേ എടുക്കുന്നൊരു പൂച്ച. അതിന് നമ്മളെടുത്തിട്ടുണ്ട് ഒരേ മൈൻഡിന്. എൻ്റെ കണ്ണെന്തോ ആയി. കൊച്ചേർക്ക ഇത് കണ്ടിട്ടാണ് കേസ് എൻ്റെ കണ്ണെന്തോ ആവണേ. എന്തോ അവിടെ എന്തോ കണ്ട് ഗായ്സ്. ഈ കുട്ടീൻ്റെ എന്തോ മോന്തയാ തോന്നുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്താ വാതിലടച്ചിട്ടേ കുരുട്ടിൻ്റെ കോമിക് ബുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഇതിനെ നോക്കുക പറഞ്ഞാൽ ഭയങ്കര പണിയാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ഞെട്ടി എണീക്കും പണ്ടാര പെണ്ണ്. എന്ത് കാട്ടണ ഈ പെണ്ണ്? ഈ പെണ്ണോ ചെക്കനോ ഏതൊരു സാധനമോ. ഈ കുട്ടിക്ക് എന്താ വെയ്യേ? കോമിക് ബുക്കൊക്കെ എടുത്ത് തെറിപ്പിച്ചിന്. എന്തായാലും റാബിറ്റിനെ എടുത്തെടുക്കാം. കാരണം റാബിറ്റിൻ്റെ കോമിക് ബുക്കാണ് നമ്മൾ വായിക്കുന്നത്. റാബിറ്റിനെ വേണ്ടി വരും ഇനി പോകണ്ടാര പെണ്ണിന്. ഇതിനെക്കൊണ്ട് ഭയങ്കര ശല്യമാണല്ലാടേ. വായിച്ചിന്. ഇനി മോള ഉറങ്ങിയില്ലേ? ഉറങ്ങി. മോളോ മോനോ ബേബി ഉറങ്ങിയില്ലേ? ഉറങ്ങി. അത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് നേരെ വീട് നേരെ ടി വി പോയി കിടന്നുറങ്ങാന്ന്. ടി വി കണ്ടുകൊണ്ട് കിടന്നുറങ്ങാം. അവിടെ ബെല്ലടിച്ചിടാരോ. ഇതെന്താ? നമ്മൾ പരസ്യം കണ്ട സാധനം. എടോ റാബിറ്റിനെ വിളിച്ച നിങ്ങൾ കണ്ടാ? ഇവിടെ റാബിറ്റിനെ കണ്ട നിങ്ങള്? എന്നെ കൊണ്ട് കഴിയത്തില്ല ഗൈസ്. ഞാനിവിടെ ടി വി കാണാൻ അവർ പറഞ്ഞില്ല അതേപോലെ ടി വി കാണുകയാണ്. എന്നെ കൊണ്ട് കഴിയില്ല ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ. അവിടെ എന്താ വിയേർഡായിട്ടുള്ളൊരു ഇതെന്താ ഒരു ക്രീപ്പി ആയിട്ടുള്ളൊരു സാധനം വന്നു ടി വിയിൽ. എനിത്തിങ് ഐ ഡോണ്ട് നോ ഗൈസ്. ഇനി എന്തായാലും നൈറ്റ് 3 ആയിട്ടുണ്ടാവും. ഓക്കെ, അഫ്കോഴ്സ് നൈറ്റ് 3 ആയി. അപ്പോൾ ഗൈസ് ഇത്രയോളം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും